അനീഷിന് ഡോക്ടർ റോയ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഡോക്ടർ റോയ് കൊടുത്ത 10 ലക്ഷം രൂപ ഭയങ്കര ചർച്ചയാവുന്നുണ്ട്. എന്നോടിപ്പോൾ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ അനീഷിനൊരു 10 ലക്ഷം രൂപ കിട്ടുന്നതിൽ എനിക്ക് പേഴ്സണലി സന്തോഷമേ ഉള്ളൂ. ആർക്കാണെന്നുണ്ടെങ്കിലും ഒരാൾ കുറച്ച് കാശ് കൊടുക്കാൻ വില്ലിങ് ആയാൽ അത് അയാളുടെ ഇഷ്ടമാണ്, അയാൾ ആർക്ക് കൊടുക്കണം. ഡോക്ടർ റോയുടെ ഇഷ്ടമാണ് അയാൾ ആർക്ക് കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു PR സ്റ്റണ്ടാണ് ബൈ ഡോക്ടർ റോയ് ആൻഡ് ടീം. വെരി എവിഡൻ്റ് അല്ലേ ഇത്? അല്ലാതെ ഡോക്ടർ റോയ് അതീവ നന്മപരമായതുകൊണ്ട് 10 ലക്ഷം രൂപ അനീഷിനെടുത്ത് കൊടുത്തു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബിഗ് ബോസിൻ്റെ വിന്നറായിട്ടുള്ള അനുമോൾ, ആ അനുമോൾക്ക് 42 ലക്ഷത്തി ചില്ലറ രൂപയെങ്ങാണ്ടാണ് ഇവർ കൈമാറിയത്. ഓക്കെ, അതിൽ നിന്ന് പ്രത്യേകിച്ചൊരു വിസിബിലിറ്റി ഈ സീസണിൽ ആർക്ക് കിട്ടിയിട്ടില്ല? ഡോക്ടർ റോയ്ക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 4 കോടി 5 കോടി രൂപയ്ക്ക് ലംബോർഗിനി വാങ്ങിയാൽ കിട്ടുന്നതിനേക്കാൾ വിസിബിലിറ്റി 10 ലക്ഷം രൂപ അനീഷിന് കൊടുത്താൽ കിട്ടുന്നുള്ളത് മനസ്സിലാക്കിയ ഇതിൻ്റെ പിന്നിൽ, അതായത് ഡോക്ടർ റോയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന അയാളുടെ പേഴ്സണൽ PR ടീം വളരെ കൃത്യമായിട്ട് 10 ലക്ഷം രൂപ അനീഷിന് കൊണ്ടുപോയി ഡോക്ടർ റോയിനെ കൊണ്ട് കൊടുപ്പിച്ചു. ആ ഒരു ഫെയിം അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇന്ന് മൊത്തം അല്ലെങ്കിൽ ഇന്നലെ മുതൽ ചർച്ച ചെയ്ത് ഇന്ന് മൊത്തം സോഷ്യൽ മീഡിയയിൽ ഇത് കത്തിച്ച് നിർത്താൻ അവരെ കൊണ്ട് പറ്റി. 4-5 കോടി രൂപയ്ക്ക് കാറ് വാങ്ങുന്നതിന് 10 ലക്ഷം കൊടുത്തിട്ട് അതിലേറെ വിസിബിലിറ്റി മേടിക്കാനാണ് ഇത്ര വലിയ പാട്. അത് കറക്റ്റ്. ഇതാണ് PR-ൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലായോ? അത്രയേ ഉള്ളൂ. പിന്നെ ഒരാൾക്ക് 10 ലക്ഷം കിട്ടുമ്പോൾ അയാൾ എനിക്ക് വേണ്ട കേട്ടോ, എനിക്ക് താല്പര്യമില്ലേ, എനിക്ക് ആവശ്യമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കുമോ? ഈ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുന്ന ആരെങ്കിലും ഒഴിവാക്കി വിടുമോ? 10 ലക്ഷം റുപ്യ കിട്ടിയാൽ 10 രൂപ കിട്ടിയാൽ വിടില്ല നമ്മൾ, പിന്നെയാണ് 10 ലക്ഷം കിട്ടിയ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇന്നലെ ഞാൻ ആ ഒരു കോൾ റെക്കോർഡ് എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എഗെയിൻ ഞാൻ അതൊന്നും ഇവിടെ പ്ലേ ചെയ്യാം. ഹലോ, ഓക്കെ. അനീഷ് ഓക്കെ, കൺഗ്രാജുലേഷൻ. ഓക്കെ, ഞാൻ ഡോക്ടർ റോയ് കേട്ടോ, റോയ് സാർക്ക് കൊടുക്കാം. ഒരു മിനിറ്റ്. ഓൾറെഡി റെക്കോർഡ്. അനീഷ്, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സാർ. നമ്മുടെ പോലെയൊക്കെ താനും ഒരു സാധാരണക്കാരനാണ്, ഞാനും സാധാരണക്കാരനാണ്. അപ്പോ ഒരു 10 ലക്ഷം രൂപ പ്രൈസ്. താങ്ക് യു സാർ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ എന്റെ സന്തോഷം എന്ന് പറയുന്നത്. അത്രമാത്രം സന്തോഷമുണ്ട്. എനിക്ക് സത്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നോ പ്രോബ്ലം. അപ്പൊ നാളൊന്ന് കാലിക്കറ്റ് വരണം. ഞാൻ ഫ്ലൈറ്റ് കയറുന്ന മുമ്പ് ചെക്ക് തന്ന് ഞാൻ പോകും ഇവിടുന്ന് കടവുന്ന്. ഓക്കെ സാർ. ഞാൻ എബിലിന് കൊടുക്കാം. ഒരു നിമിഷം കേട്ടോ, എന്റെ ബ്രദറും കൂടിയാണ് എബില്. ഒറ്റ സെക്കൻഡ് കൊടുക്കാം. എന്തോ സാർ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട്. താങ്ക് യു. ഇത് ഞാൻ ഏഷ്യാനെറ്റിനോട് പറഞ്ഞിട്ട് ആരോടും പറഞ്ഞില്ല. ഇത് സ്വന്തം മനസ്സിൽ അപ്പൊ എനിക്ക് വന്നൊരു നല്ല ഫീലിംഗ് ആണ്. അത് ഒരു പ്രൈസ് തരണം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. തൊഴു കൈകളോടെയാണ് കേട്ടോ പറയുന്നത്. താങ്ക് യു. ഒരു സെക്കൻഡ് ടേബിളിന് കൊടുക്കാം. അനീഷ്, കാലത്ത് 10 o'clock ആകുമ്പത്തേക്ക്, ഒരു 9 o'clock ആകുമ്പത്തേക്ക് കടവ് റിസോർട്ടിൽ എത്തണം കേട്ടോ. 10 10 o'clock സാറിന്റെ കറക്റ്റ് ടൈം ആവാണ്ടിരിക്കണേ, എത്തണം കേട്ടോ ഇവിടെ. ശരി ശരി. ഓക്കെ അനീഷ്, ഓക്കെ, കൺഗ്രാജുലേഷൻ, ഗോഡ് ബ്ലസ്. താങ്ക് യു. ഓക്കെ അനീഷ്, ഓക്കെ അറിയാം, സന്തോഷം അറിയാം. ഓക്കെ, ശരി. ഓക്കെ. അതായത് 10 ലക്ഷം രൂപ കിട്ടുമ്പോൾ ആർക്കാണെങ്കിൽ സന്തോഷം ഉണ്ടാവും. ഇപ്പോൾ ബിഗ് ബോസ് വീടിനകത്ത് പലരും പല നുണയും പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ അനീഷ് പൈസയൊന്നും വലിയ സംഭവമല്ല എന്നൊക്കെയുള്ള ഡയലോഗ് അടിച്ചിട്ടുണ്ടെങ്കിലും പുറത്തിറങ്ങുമ്പോൾ കാശ് കിട്ടിയ കാശിന് കാശ് തന്നെ വേണേ. മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇതിൻ്റെ ഒരു PR-ൻ്റെ ലെവൽ എത്രത്തോളം എന്നുള്ളത്. ആദ്യം മീഡിയ കൂടിയ സമയത്ത് ഇതേ ഡോക്ടർ റോയ് ഞാൻ നാളെ അനീഷിന് ഒരു സമ്മാനം കൊടുക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലൊരു റീല് വരുന്നു. വെരി നെക്സ്റ്റ് മൊമെൻറ്റ് ഒരു കോൾ റെക്കോർഡ് പുറത്ത് വരുന്നു. ഇത് കോൾ റെക്കോർഡ് ചെയ്യാൻ കാണിച്ചൊരു മനസ്സ് തന്നെ ഭീകരമാണ്. അതിനുശേഷം പുറത്തിടാൻ കാണിച്ചൊരു മനസ്സ് ഭയങ്കര ഭീകരമാണ്. കൊള്ളാമെന്നാണെന്നുണ്ടെങ്കിലും ആ PR-ൻ്റെ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതൊക്കെ എല്ലാ പൈസക്കാരും, മനസ്സിലായോ? എല്ലാ പൈസക്കാരും ചെയ്യുന്ന പരിപാടി. അനീഷിനോട് ഡോക്ടർ റോയ് പറഞ്ഞു കേട്ടില്ല, ഞാനൊരു സാധാരണക്കാരനാണ്. അതെ, ഡോക്ടർ റോയ് എന്ന് പറഞ്ഞ സാധാരണക്കാരൻ കോടിക്കണക്കിന് രൂപയുടെ കാറിൽ നടക്കുന്ന വെറും ഒരു സാധാരണക്കാരനാണ്. സാധാരണക്കാർക്കൊന്നും ഒരു വിലയില്ലടി ഇപ്പോൾ. അതാലോചിക്കുന്നത്. ഈ സാധാരണക്കാരൻ എന്ന് പറഞ്ഞ സാധനമാണ്. പണ്ടൊക്കെ നന്മ മരം, അല്ലെങ്കിൽ വുമൺ കാർഡ്, വിക്ടിം കാർഡ്, ഈ കാർഡുകളൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ
PR-കൾക്കും അല്ലെങ്കിൽ ഇവിടെയുള്ള സാധാരണ രാഷ്ട്രീയക്കാർക്കും മതനേതാക്കന്മാർക്കും ഒക്കെ വിൽക്കാൻ എളുപ്പമുണ്ടായിരുന്ന ഒരു സാധനം. ഇപ്പോൾ കോമണർ കാർഡാണ് ഏറ്റവും പെട്ടെന്ന് വിൽക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. സാധാരണ കാർഡ്, കോമണർ കാർഡ്, മനസ്സിലായില്ലേ? ഇട്ട് വിൽക്കാം, പെട്ടെന്ന് പോയിക്കോളും, കണക്റ്റ് ആവും പെട്ടെന്ന്. 4 കോടി 5 കോടി കാറ് പോകുന്ന ഡോക്ടർ റോയ് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആസ്തിയുള്ള ഡോക്ടർ റോയും അനീഷും കണക്റ്റ് ആയത് ഒറ്റ കാർഡിന് മുകളിലാണ്, കോമണർ കാർഡ്, സാധാരണ കാർഡ്. എന്താണെങ്കിലും ഞാൻ ആലോചിക്കുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബിഗ് ബോസും PR, അത് കഴിഞ്ഞ് ആഫ്റ്റർ ബിഗ് ബോസും ഒരു PR, എല്ലാം മൊത്തം ഒരു PR കളി. കാണുന്ന ജനങ്ങൾ കുറേ ആൾക്കാർ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരാളോട്, ഇപ്പോൾ അനുമോളോട് അതിഭീകരമായ ഹെയ്റ്റ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ അനുമോൾ കപ്പ് കിട്ടി, ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രൗഡല്ല പെയ്ഡ് വിന്നറാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നോക്കുമ്പോൾ പലരും അനീഷ് ഡിസർവിങ് ആയതുകൊണ്ട് അനീഷിന് കിട്ടാത്തത് കൊണ്ടുള്ള സങ്കടം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദേഷ്യമുള്ളവർക്കൊക്കെ അതിൽ ക്യാഷ് ഇൻ ചെയ്യുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ റോയ് ആൻഡ് ടീം ചെയ്തത്. കുറച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഒരു ഇത്തിരി, മനസ്സിലായോ? എങ്ങനെ ക്ലിയറായിട്ട് വ്യക്തമായിട്ട് ആ വികാരത്തെ ക്യാഷ് ഇൻ ചെയ്ത് അതൊരു മീഡിയ പബ്ലിസിറ്റി സ്റ്റണ്ടാക്കാം എന്നുള്ളൊരു സംഗതി അവർ കൃത്യമായിട്ട് പിച്ച് ചെയ്തു. അതിനുള്ള ബെനിഫിറ്റ് അവർക്ക് കിട്ടി. അതൊക്കെ തന്നെ ഈ കോൾ റെക്കോർഡൊക്കെ അതിനുള്ള വലിയൊരു ഉദാഹരണമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സാധനമൊക്കെ കോൾ റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് ഇടുക. ഡോക്ടർ റോയ് ഇത്ര വലിയ നന്മപരോ അല്ലെങ്കിൽ ഇത് 4 ആളെ കാണിക്കാതെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണെന്ന് അയാൾക്ക് സ്വയം തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ അനീഷിനെ വീട്ടിലും കൊണ്ടുപോയി കൊടുത്ത് ആരും ഉണ്ടാതെ പോയിട്ടുണ്ടാവും. പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ ഒന്നില്ലെങ്കിൽ അനീഷോ അല്ലെങ്കിൽ അങ്ങേരോ എവിടെയെങ്കിലും വെച്ച് അന്ന് ഞാൻ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇതല്ല, 4 ആൾ കാണാൻ 10 ആളെ കാണിച്ച് അതൊരു ഹെലികോപ്റ്ററിലെ വരവും ഒപ്പം ഒരു റോൾസ് റോയ്സ് ഒരു ഫ്രെയിമിനകത്ത് അനീഷ് വരുന്നു, പിന്നെ ആ ചെക്ക് ഒക്കെ പാടെ കൂടി വന്നാലല്ലേ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ആഫ്റ്റർ ബിഗ് ബോസ് PR ഗിമിക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും അനീഷിനത് കിട്ടി. ഐ ആം ഹാപ്പി ഫോർ ഹിം. ബിക്കോസ് 10 ലക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കേസ് കൊണ്ട്, അതും ടാക്സും മൊത്തം സാധനങ്ങളൊക്കെ അടച്ച് എല്ലാം കഴിഞ്ഞിട്ടും 10 ലക്ഷം കൈ കിട്ടും. ബാക്കിയുള്ളതൊക്കെ അവരെടുത്തിട്ട് എല്ലാം അവർ തന്നെ കൊടുത്തിട്ട് 10 തന്നെ ആയിട്ടാണ് കൊടുക്കണതെന്നൊക്കെ പറയുമ്പോൾ അതൊരു അയാൾ കൊടുത്തടേ, അങ്ങേര് കുറച്ച് ഫെയിം കിട്ടാൻ വേണ്ടി. അപ്പോൾ പലരും ചോദിക്കും ഡോക്ടർ റോയ്ക്ക് എന്തിനാ ഫെയിം? ആവശ്യമുണ്ട്, ഡോക്ടർ റോയ്ക്കും ഫെയിം വേണം, നരേന്ദ്രമോദിക്കും ഫെയിം വേണം, എന്തിന് എലോൺ മസ്കിന് വരെ ഇവിടെ ഫെയിം വേണേ. സെലിബ്രിറ്റി സ്റ്റാറ്റസ് പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം PR പരിപാടികൾ വേണം. അപ്പോൾ ഇങ്ങനത്തെ ഗിമിക്കുകളൊക്കെ നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ഇതിൽ രജിത് കുമാർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ഹായ്, നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് വലിയ വീഡിയോകളൊന്നും ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാലും പെട്ടെന്നൊരു വീഡിയോ ഇടണം എന്ന ആഗ്രഹവും ആവശ്യവും ഉണ്ടായതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അനിമോൾക്ക് കപ്പ് കിട്ടി, 50 ലക്ഷം കിട്ടി. പിന്നെ അനിമോൾ നിന്ന് അത്രയും ദിവസത്തെ 100 ദിവസത്തെ എത്ര വെച്ചാണോ എമൗണ്ട് അത്രയും ലക്ഷങ്ങൾ കിട്ടി. അതുപോലെ തന്നെ അനീഷിനും എത്ര ദിവസം നിന്നോ അത്രയും ദിവസത്തെ ആ എമൗണ്ടും കിട്ടി. പക്ഷേ അനീഷിന് ട്രോഫി കിട്ടിയില്ല. ഒരു ഷോയിൽ ഒരാളിനല്ലേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതിന് ട്രോഫി കിട്ടിയില്ലെങ്കിൽ പോലും അനീഷിനെ കൺസിഡർ ചെയ്തുകൊണ്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് 10 ലക്ഷം രൂപ സമ്മാനമായി നൽകി എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ റോയ് സാറിനും അതിൻ്റെ ടീമിനും എല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അനീഷിനും എൻ്റെ അഭിനന്ദനങ്ങൾ. ഞാനെല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ആരോട് വൈരാഗ്യമില്ല, ദേഷ്യമില്ല. കാരണം ഞാൻ ഒരു സ്പിരിച്വൽ പേഴ്സണും കൂടെയാണ്. അപ്പോൾ ഒരു ഷോയിൽ ജനങ്ങളുടെ വോട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ ഒരാളിനെ ഏത് പ്രോഗ്രാമിന് വിന്നറാവാൻ പറ്റും, ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ താഴേക്കേ വരത്തുള്ളൂ. പക്ഷേ അനീഷിന് ഈ ഒരു കേസിൽ ഇവിടെ 10 ലക്ഷം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും, റോയ് സാറിനും എൻ്റെ ടീമിനൊക്കെ അഭിനന്ദനങ്ങൾ. റോയ് സാറെ, ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ഒരുപക്ഷെ അങ്ങ് മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സീസൺ 2 എന്ന് പറയുന്ന ആ സീസണിൽ 74ാമത്തെ ദിവസം ഷോ നിന്നു. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് 50 ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഫ്ലാറ്റോ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. അത് മൊത്തം ലാഭത്തിലാണ്. പക്ഷേ അങ്ങേക്കറിയാം, ആ ഷോ ഏറ്റവും കൂടുതൽ വൈറലായി, ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ലോകം മൊത്തം അറിയപ്പെട്ട ഒരു സ്റ്റാർട്ടിംഗ് സംഗതി ഏറ്റവും ഗംഭീരമായി വൈറലായി ജനകീയമാക്കിയതാണ്. അപ്പോൾ 50 ലക്ഷം ഒന്നും ഞാനും അന്നത്തെ ഷോയിലെ കോമണറാണ്. 50 ലക്ഷമൊന്നും തന്നില്ലെങ്കിലും ഇതുപോലെ 10 തന്നില്ലെങ്കിൽ 5 എന്തെങ്കിലുമൊക്കെ എന്നെ കൂടെ പരിഗണിക്കാം. അത് എനിക്ക് വേണ്ടിയല്ല, പാവപ്പെട്ട കഷ്ടപ്പെടുന്ന രോഗികളായിട്ടുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ വൃദ്ധസദനങ്ങൾക്കും അതുപോലെ ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തുന്ന കുട്ടികൾ ഞാൻ ഒത്തിരി ചാരിറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കത് കിട്ടുകയാണെങ്കിൽ പട്ടിണി പാവങ്ങളെ കുറേ പേരെ സഹായിക്കാൻ പറ്റും. ഞാൻ എന്തായാലും എടുക്കത്തില്ല. എക്സ്ട്രാ കിട്ടുന്ന മണിയിൽ മിക്കതും ചാരിറ്റി തന്നെയാണ്. അതുകൊണ്ട് പത്മശ്രീ ഡോക്ടർ M.A. യൂസഫ് അലി സാറ് കഴിഞ്ഞ 8 വർഷം കൊണ്ട് റംസാന് എനിക്ക് നല്ലൊരു എമൗണ്ട് തന്നുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ ചാരിറ്റി ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് റിമൈൻഡ് ചെയ്യിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ. ആ സീസൺ 7 എല്ലാവരും നല്ല മത്സരാർത്ഥികളായിരുന്നു. പിന്നെ അനീഷിന് ഉൾപ്പെടെയുള്ളവരെ എന്തെങ്കിലും ഞാൻ ക്രിട്ടിസൈസ് ചെയ്തെങ്കിൽ അത് ഷോയുടെ വിജയത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ. അനീഷെ, അഭിനന്ദനങ്ങൾ. ഐ ലവ് യുടാ. എപ്പോഴെങ്കിലും നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒരാൾക്ക് 10 ലക്ഷം കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇയാളോട് കുറച്ചൊക്കെ ഒരു എന്താ പറയുക, അത്യാവശ്യം ആ സീസൺ പൊക്കിക്കൊണ്ടുവന്നതും അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ മൊത്തം സെറ്റപ്പ് ഒന്ന് കിടലാക്കിയതൊക്കെ ഇയാളുടെ ഒരു വലിയ സംഗതി ഉണ്ട്. ഇല്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇയാൾ ഡോക്ടർ റോബിൻ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, ഈ ക്രൗഡ് പുള്ളേഴ്സായിട്ട് കുറച്ച് ആൾക്കാർ ഇവരൊക്കെയാണ് തുടങ്ങിയത്. ഇതിപ്പോൾ ഒരുമാതിരി എന്തോ ആടെ ഇത്. രജിത് കുമാർ ഇതിന് മുമ്പിട്ട വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു ഈ സീസണിനകത്ത്. ഇതൊരുമാതിരി എന്താ പറയുക, അവിടെ ഒരു 10 കൊടുത്തില്ലേ, ഒരു 10 ഇങ്ങോട്ട് എന്താ എന്നാൽ എനിക്കല്ല കേട്ടോ, ചാരിറ്റി ചെയ്യാനാണ്. ഡോക്ടർ റോയ്ക്ക് നേരിട്ട് ചെയ്തപ്പോൾ ഒരു മനസ്സിലായോ, തനിക്ക് ഓൾറെഡി അപ്പുറത്ത് യൂസഫ് അലി എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു ചാരിറ്റിയുടെ ഫണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ മുകളിലാണ് ജീവിക്കണമെന്നുണ്ട്, ഈ ചാരിറ്റി നന്മ പരിപാടികൾ ചെയ്തിട്ട്. ലാസ്റ്റ് എല്ലാം പൊട്ടി താഴെ വീഴാറുണ്ട് ഈ ഒരു ഐറ്റങ്ങൾ. കാരണം കാശ് കൂടുതൽ വരുമ്പോൾ എന്തായാലും പൊട്ടി വീഴാതിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ആരും അങ്ങനെ ഗോഡ് ഫിഗേഴ്സ് അല്ലെങ്കിൽ സെൽഫ് മെയ്ഡ് ഗോഡുകളൊന്നും അല്ലല്ലോ. കാശ് കൂടുതലായിട്ട് വരുമ്പോൾ ഒരു സൈഡിൽ കൂടി അങ്ങനെ പരിപാടികൾ അറിയുന്നു തുടങ്ങും. പിന്നെ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോ, ആരാ വേണ്ടാന്ന് പറഞ്ഞത്. കുറച്ചൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പലരുടെയും സഹായമൊക്കെ വാങ്ങി പലർക്കും ചെയ്തു കൊടുക്കുന്നതൊക്കെ ഓക്കെയാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ടൈമിൽ ഇങ്ങനത്തെ ഒരു ഇരക്കൽ വേണ്ടിയിരുന്നോ എന്ന് ഞാൻ ചോദിച്ചത്. ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇതൊരുമാതിരി സ്വയം ഞാനൊരു മറ്റേ ഇതാണ് എനിക്കും കൂടി തരണേന്നൊക്കെ ചോദിച്ചു വരുന്ന പോലത്തെ ഒരു ഐറ്റം പോലെ എനിക്കിത് പേഴ്സണലി ഫീലായി. ഇയാൾക്കിത് ചെയ്യേണ്ട ഒരു കാര്യം ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് അനീഷിന് 10 ലക്ഷം കൊടുക്കാൻ വേണ്ടി വന്ന സമയത്ത്, ചെക്ക് കൊടുത്ത സമയത്ത് അനീഷ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം. സാറ് എത്ര തിരക്കുള്ള മനുഷ്യനാണ്, ഒരു മഹത് വ്യക്തിയാണ്, എന്നിട്ട് കൂടെ സാർ എനിക്ക് വേണ്ടി ഇത് തരാന്ന് പറഞ്ഞാൽ അത്രമാത്രം സന്തോഷം. താങ്ക് യു. ഞാൻ പിന്നെ നിങ്ങളുടെ ഓഡിയൻസ് ചോദിക്കും എങ്ങനെയാണ് റെഡ് എന്ന്. ഞാൻ റെഡിലെ സൈൻ ചെയ്യാറുള്ളൂ ഈ ചെക്ക്. അപ്പോൾ നാളെ എൻ്റെ എപ്പോഴും റെഡ് കളറിലാണ് ഞാൻ സൈൻ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്കൊരു സ്പെഷ്യാലിറ്റിയാണത്. അപ്പോൾ നാളെ ബാങ്കിലിട്ടോളൂ, മറ്റന്ന 10 ലക്ഷാധിപതി. അത് വേണ്ട. അനീഷൊരു ഫോണിൽ കൂടി കാലിൽ വീഴൽ കഴിഞ്ഞു. അതുകൊണ്ട് 2-3 വട്ടം അവിടുന്ന് കാലിൽ വീണു. ഓക്കെ, അതിനുശേഷം അനീഷിനെ പിടിച്ച് നിർത്തിയിട്ട് മറ്റേ ഹെലികോപ്റ്ററിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുള്ള ചെക്ക് കൊടുക്കുന്നൊരു പ്രഹസനം വീണ്ടും നമുക്ക് കാണിച്ചു തന്നു. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു അത്യാവശ്യം അവർക്ക് വിസിബിലിറ്റി കിട്ടണം. അതിന് കുറേ എന്താ പറയുക, ഇതേപോലുള്ള ചാനലുകൾ എന്താണെങ്കിലും അവർ വിളിക്കും. അനീഷിനെ വിളിച്ചത് സെറ്റപ്പ് ചെയ്യും. പിന്നെ ബാക്കി അവർക്ക് അറിയാം, പണി അറിയാം. പിന്നെ അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം 10 ലക്ഷം വാങ്ങാൻ വരുമ്പോൾ തന്നെ ഈ ഡൗൺ ടു എർത്ത് സാധനം അങ്ങേർക്ക് നന്നായിട്ട് കളിക്കാനറിയാം. അതുകൊണ്ട് ആ ഡൗൺ ടു എർത്ത് അതിന് ആ ക്യാരക്ടറിന് അനീഷ് വിട്ടിട്ടുമില്ല. അനീഷ് ആ ഡൗൺ ടു എർത്തിൻ്റെ അടിയിൽ പോയിട്ട് അങ്ങോട്ട് മഹാബലിയേക്കാ താന്നുപോയി ഉള്ള പരിപാടികൾ അവിടെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള കുറേ എന്താ പറയുക, ആ ഒരു സെറ്റപ്പുകളൊക്കെ ഫ്രെയിമുകളൊക്കെ ഒപ്പിച്ചിട്ട് അങ്ങനെ ഡോക്ടർ റോയും സാധനം അനീഷിന് കൊടുത്തിട്ട് മെല്ലെ വിട്ടു. ഇനി കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് പോയി നോക്കാം. ഉള്ളവന് കൊടുത്തു പോരെ, പെരുമായും നേടാൻ എല്ലാവരും ഉണ്ട്. ഉള്ളവന് കൊടുത്ത് പേരും പെരുമയും നേടാൻ എല്ലാവരും ഉണ്ട്. ഈ കണ്ണിൽ ഫ്ലാഷ് അടിച്ചിട്ട് ഇല്ലാത്തവൻ്റെ വിശപ്പ് മാറ്റാൻ ഇവരെ പോലെ ആരും വരില്ല, 10 രൂപ പോലും കൊടുക്കില്ല. കമൻറ്റ് ഇട്ടാൽ 10 രൂപ കൊടുക്കലുണ്ടാവുമോ? അത് ആദ്യത്തെ ചോദ്യമാണല്ലോ. പിന്നെ ഉള്ളവന് ഇനിയും ഉണ്ടാക്കാനുള്ള വഴി എന്ത് നോക്കിയിട്ടാണ് ഒരാൾ പൈസ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത്. ഇതൊക്കെ വെറും നിങ്ങൾ മറ്റേ ചാരിറ്റി ആയിട്ട് കൂട്ടേണ്ട 10 ലക്ഷം അനീഷിന് കൊടുത്തത്. അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ റോയ് അത്ര മണ്ടനാണോ? ഡോക്ടർ റോയ്ക്ക് ഓൾറെഡി അറിയാം ഈ പറഞ്ഞ അനീഷിന് ഡെയിലി പേയ്മെൻറ്റ് ബിഗ് ബോസ് ഹൗസിനകത്തുണ്ട്. 100 ദിവസം നിന്ന് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? 7000 രൂപ. ഏറ്റവും കുറഞ്ഞത് ഒരു മൈജി കോർണർ കണ്ടസ്റ്റൻറ്റിന് ഒരു എല്ലാം പിടിച്ച് കഴിഞ്ഞിട്ട് ഒരു 7-8 രൂപ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അത് തന്നെ 100 ദിവസം നിന്നാൽ ഒരു ഹെൽത്തി എമൗണ്ടായി. പിന്നെ പ്ലസ് അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം അയാൾക്ക് അത്യാവശ്യം ഇനാഗുറേഷനും വർക്കും പരിപാടികളും എല്ലാം കൂടിയായിട്ട് ഇനാഗുറേഷന് 2 ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്നതാണ് കേട്ടത്. മനസ്സിലായോ? പിന്നെ അങ്ങനത്തെ ഒക്കെ പരിപാടികളിലൊക്കെ സെറ്റിലായിട്ടൊരു അത്യാവശ്യം എമൗണ്ട് കിട്ടും. പിന്നെ മൈജി തന്നെ വീട്ടിലെ എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും മാറ്റി കൊടുക്കുക, വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ്, എല്ലാത്തിലും മൈജീൻ്റെ ലോഗോ ആണുമായിരിക്കും കേട്ടോ. എല്ലാ സാധനം കൂടി സെറ്റപ്പാക്കി അതിൻ്റെ ഒരു വേറെ പ്രൊമോഷൻ സാധനം മൈജീൻ്റെ ഭാഗത്തുനിന്ന് വരും. അനീഷിൻ്റെ വീട്ടിലെ എല്ലാ സാധനവും ഞങ്ങൾ മാറ്റി ഒരു 100 ലോഗോ അടിച്ച് എല്ലായിടത്തും കൊണ്ടുപോയി വെച്ച് കൊടുത്തോളൂ. എല്ലാവർക്കും ഇത് മതിയില്ലേ, എൻഡ് ഓഫ് ദ ഡേ പ്രൊമോഷൻ മതി. മനസ്സിലായോ? അത് അനീഷിനെ നന്നാക്കണം, അനീഷിൻ്റെ കുടുംബം നന്നാവണം. പച്ചയായ മനുഷ്യന് ഞാൻ ചുവന്ന ഒപ്പിട്ട് കൊടുത്തു എന്നുള്ള വർത്താനൊന്നും അല്ലത്. അപ്പോൾ ഇവരോടൊക്കെ പോയിട്ട് നിങ്ങൾ ഒരു 10 പേർക്ക് നന്മ ചെയ്തുകൂടെ എന്ന് ചോദിക്കേണ്ട സമയം കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കളയാൻ പാടില്ല എന്നേ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളൂ.
ഇനി അടുത്തത് ദൈവം പോലും കാണാതെ പോകുന്നുണ്ടോ? ദൈവം പലതും കാണാതെ പോകുന്നുണ്ടോ? കൊടുക്കുന്നവന് ഉളുപ്പില്ലെങ്കിലും വാങ്ങുന്നവന് ആലോചിക്കണ്ടേ എനിക്കിതിന് അർഹത ഉണ്ടോ എന്ന്? വല്ല പാവങ്ങൾക്കും കൊടുക്കണ്ട നാറികളെ. ഒരു തൊലിഞ്ഞ റിയാലിറ്റി ഷോ കൊണ്ട് കൊണയ്ക്കുന്ന കുറേ വാണങ്ങൾ. അത് സമയം ഒരുത്തൻ 24 കൊണ്ട് 264 കിലോമീറ്റർ ഓടി റെക്കോർഡിട്ട് നാട്ടിൽ വരുന്നു. അയാളുടെ പുറകെ ആരും കണ്ടില്ലല്ലോ. നശിച്ച കേരളം. അങ്ങനെയുണ്ട്. അതായത് ഇനിയിപ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വരും. അതായത് നാട്ടിലെത്തിയ കുറേ എന്താ പറയുക അത്ലറ്റ്സ് ഉണ്ട്. ആ അത്ലറ്റ്സിനൊന്നും നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. എന്തിനാണ് ഇവനെപ്പോലുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോ കഴിഞ്ഞ് വന്ന ഒരാൾക്ക് മാത്രം ഇത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പറയുന്നവരോടും ചോദിക്കുന്നവരോടൊക്കെ എനിക്കൊരൊറ്റ ഉത്തരേ പറയുള്ളൂ. ദിസ് ഈസ് ബിസിനസ്. നിങ്ങൾ മനസ്സിലാക്കുക. ദിസ് ഈസ് നോട്ട് ചാരിറ്റി. ദിസ് ഈസ് ബിസിനസ്. ദിസ് ഈസ് പ്യുവർ ബിസിനസ്. മനസ്സിലായ? ബിഗ് ബോസ് ഷോ ഇറ്റ് സെൽഫ് എ കോർപ്പറേറ്റ് ഷോ. അതിന് അവർ ബിസിനസ് ഉണ്ടാക്കുന്നു. അതിൽ പോകുന്ന കണ്ടസ്റ്റൻസ് അവരവരുടെ ലൈഫ് സെറ്റിൽ ചെയ്യുന്നു, ഫിനാൻഷ്യലി സെറ്റിൽ ചെയ്യുന്നു. പിന്നെ കുറേ പേർക്കൊക്കെ സൈബർ ബുള്ളിങ് ബാക്കി പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും എൻഡ് ഓഫ് ദ ഡേ എവ്രി വൺ ആർ ഗെറ്റിംഗ് ബെനിഫിറ്റഡ്. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഐ ആം ഗെറ്റിംഗ് ബെനിഫിറ്റഡ്. കമൻറ്റ് ചെയ്യുന്നവർക്ക് മാത്രം ഒരു ബെനിഫിറ്റും ഇല്ല. കാരണം കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് കാശ് കിട്ടില്ലല്ലോ. ചിലപ്പോൾ കുറച്ച് കമൻറ്റിൽ തെറി പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സമാനം കിട്ടുമായിരിക്കും. അതെത്ര നേരം? ആ കമൻറ്റ് ആ 3 കുത്തിൻ്റെ മുകളിൽ കുത്തിയിട്ട് ഡിലീറ്റ് നിന്ന് ഏതെങ്കിലും ഒരു ക്രിയേറ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ മനസ്സമാനമായിട്ട് കമൻറ്റോട് പോയി കിട്ടി. പിന്നെ മനസ്സമാനം പോയി. കമൻറ്റ് ഇടുന്നതിൻ്റെ ഒരു ഗതികേടാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. മനസ്സമാനം കിട്ടാൻ ഇവനെ 10 തെറി വിളിക്കട്ടെ എന്ന് കമൻറ്റ് ഇടും. ആ വീഡിയോൻ്റെ ക്രിയേറ്റർ എന്ത് ചെയ്യും? 3 ഡോട്ട് കുത്തിയിട്ട് ഡിലീറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ മുഞ്ചി കഴിഞ്ഞില്ലേ, സമാധാനം പോയല്ലോ. അപ്പോൾ ഇതിന്ന് എല്ലാവരും ഇതൊരു എക്കോസിസ്റ്റമാണ്. ഇതിൻ്റെ അകത്ത് നിന്ന് എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ട്. എൻഡ് ഓഫ് ദ ഡേ എല്ലാം ബിസിനസ്സാണ്, എല്ലാം ഒരു ഷോ കേസിങ് ആണ്, എല്ലാം ഒരു PR വർക്കാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. മനസ്സിലായ? അങ്ങനെ നെവിൻ എന്താ കൊടുക്കാത്ത അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇതിനകത്ത്. 10 പേർക്ക് സഹായം ചെയ്തുകൂടെ എന്നൊക്കെയുള്ള കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. കമൻറ്റ് ഇടുന്നവരോടാണ് ഞാൻ അഗെയിൻ വീണ്ടും പറയുന്നു, ദിസ് ഈസ് കോൾഡ് പ്യുവർ ബിസിനസ്. മനസ്സിലായില്ലേ? ഈ സീസണിൽ വിന്നർക്ക് കൊടുക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ കൊടുത്തതിനേക്കാൾ റീച്ച് കിട്ടുന്നത് ഫസ്റ്റ് റണ്ണറപ്പായി വന്ന അനീഷിന് കൊടുക്കുമ്പോഴാണെന്നുള്ളത് തിരിച്ചറിഞ്ഞപ്പോഴുള്ള ആ ഒരു PR ഗിമിക്കാണ് നിങ്ങൾ ഈ കണ്ടത്. ഇനി വിന്നറായ അനുമോളോട് അനീഷിന് 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അനുമോൾ ബിഗ് ബോസിലുള്ളതിനേക്കാൾ വലിയ നന്മ വരും. ഞങ്ങൾ വരുന്ന വഴിക്കൊരു വീഡിയോ ഉണ്ടായിരുന്നു. നമ്മുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ മുതലാളി അനീഷിന് 10 ലക്ഷം രൂപ കൊടുക്കാൻ പോകുന്നു. നാളെ കോഴിക്കോട് ചെല്ലാൻ പറഞ്ഞിരിക്കുക. അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? സ്റ്റോറി കാരണം അത് അനു പണ്ടും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഫസ്റ്റ് മാത്രം പോരാ, സെക്കൻഡിനും എന്തെങ്കിലും സമ്മാനം കൊടുക്കാം. കട്ടക്ക് നിന്നാണ് ടോപ്പ് 5 കൊടുക്കുക. 5 പേർക്കും കൊടുക്കണം. 5 പേർക്ക് നമുക്കൊരു മറ്റേ ബിഗ് ബാങ്കിന്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതെ. അപ്പൊ ആ ടൈമിലും കുറച്ച് പേർക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ. അനീഷിനും കുറച്ച് എമൗണ്ടേ കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് നെവിനാണെന്ന് തോന്നുന്നു ഒട്ടും കിട്ടാഞ്ഞത്. അല്ല, നെവിന് കിട്ടിയിട്ടുണ്ട്. സ്വന്തമായിട്ട് കളിച്ച് ഒരു 50,000 കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേരായിട്ട് കുറച്ച് എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ആ ഒരു ടാസ്കിൽ ഏറ്റവും കൂടുതൽ പൈസ അടിച്ചത് അല്ലെ 1.5 ലക്ഷം രൂപ ഉണ്ട് പൈസ അടിക്കാൻ. കാണാതെ തന്നെ എവിടെ കാശിരിക്കണം നമുക്കറിയാം. അറിയാം, നേരത്തെ പറഞ്ഞു ആരെങ്കിലും. എനിക്കറിയാം. അല്ല, അത്രയും നോളജ് ഉള്ളത് കൊണ്ടാണല്ലോ കപ്പ് പൊക്കാൻ സാധിച്ചതല്ലേ. ദൈവമായിട്ട് കൊടുത്ത അംഗീകാരം ഞാൻ എപ്പോഴും പറയും. ഞാൻ എന്നും പറയും ദൈവം തീരുമാനിച്ച കാരണം നവംബർ 9-ാം തീയതി ബിഗ് ബോസിന്റെ കപ്പ് ഉയർത്തണം എന്ന് ദൈവം ഇവർക്ക് എഴുതി വെച്ചതാണ്. ഓരോ മനുഷ്യന്മാർക്ക് ദൈവം ഓരോ കാര്യം എഴുതി. എൻ്റെ പൊന്നു ഷിയാസേ, പിന്നിൽ നിന്നിട്ട് ഇങ്ങനെ താങ്ങണോ? നല്ല കാര്യമുണ്ടോ? പിന്നെ പൊന്നെ എജ്ജാതി താങ്ങ്. അതായത് പൈസ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നന്നായിട്ട് അറിയാം. പൈസയുടെ കാര്യത്തിൽ ഇപ്പോൾ ബെസ്റ്റാണ്. എജ്ജാതി അടി അടിച്ചത് എൻ്റെ ഉള്ളിൽ വിനു. കാറ് കാണുകയും വേണ്ട, കാറിനകത്ത് എവിടെ കാശിരിക്കണേ അറിയാമെന്നുള്ളത്. ഇതാണ് വിനുവിൻ്റെ നാക്കിൻ്റെ കുഴപ്പം. നാളെ കുറേ ആൾക്കാർ ഞാൻ പറഞ്ഞുണ്ടാക്കും. ഏത് PR-ഉം ചാനലുമായിട്ടുള്ള ബന്ധത്തിൽ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് അനുമോക്ക് എവിടെ കാശ് എന്നുള്ളവർ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് അനുമോക്ക് കൂടുതൽ കാശ് കിട്ടി. പിന്നെ ഈ പറയുന്ന അനുമോൾ എന്ത് നന്മ മരമാണ് അനുമോളേത്. അങ്ങനെ മോക്ക് ഭയങ്കര സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ
മോക്ക് കിട്ടിയ 42 ലക്ഷവും ചില്ലറയും പ്ലസ് ഡെയിലി പേയ്മെൻറ്റ് പൈസ എല്ലാം കൂടിയും കൂട്ടുമ്പോൾ ഒരു ഹെൽത്തി എമൗണ്ട് കാണുമല്ലോ. എടുത്തു കൊടുക്കടോ കോ കണ്ടസ്റ്റൻസിന്. അക്ബറിന് ഫിനാൻഷ്യലി വിഷയങ്ങളുണ്ട്, നെവിന് ഫിനാൻഷ്യലി വിഷയങ്ങളുണ്ട്, ഷാനവാസിന് ഫിനാൻഷ്യലി വിഷയങ്ങളുണ്ട്, നൂറയ്ക്ക് ഫിനാൻഷ്യലി വിഷയങ്ങളുണ്ട്. അനീഷിന് ഇപ്പം എന്തായാലും 10 റുപ്യ കിട്ടി, ഇപ്പം അനീഷിന് കൊടുക്കണ്ടല്ലോ, ബാക്കിയുള്ളവർക്ക് എടുത്ത് കൊടുക്കാനും മോള് അല്ലേ ചെയ്യണ്ടേ? എന്തൊരു ഡൗൺ ടു എർത്ത് നന്മമരും അനുമോൾ. സ്റ്റോറി ഇട്ട കഥയൊക്കെ പറയുന്നുണ്ട്. അനുമോൾ ആ സ്റ്റോറി ഇട്ടാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പുറത്തുനിന്ന് വിനുവിൻ്റെ കയ്യിൽ അക്കൗണ്ട്, വിനു സ്റ്റോറി ഇട്ടുണ്ടാവുക. അത് വേറൊരു PR കളി. ഏത് അനീഷിന് 10 ലക്ഷം കൊടുക്കുമ്പോൾ അയ്യോ അനുമോൾക്ക് ഇനി എന്നാലും ലൈക്ക് വിന്നറുടെ വാല്യൂ കുറയുമോ, അല്ലെങ്കിൽ വിന്നറൊന്നും അല്ലാത്തത് കൊണ്ടാണ് കൊടുത്തതെന്നുള്ളതെന്ന് തോന്നിക്കുന്നതിന് മുമ്പ് തന്നെ അനീഷിന് 10 ലക്ഷം കിട്ടിയത് ആദ്യം അനുമോൾ കയറിയിട്ട് കഴിഞ്ഞാൽ ആദ്യം സ്കോർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വിനുവിൻ്റെ കുരുട്ട് ബുദ്ധി. പിന്നെ ഈ പറയുന്ന അനുമോൾ അയ്യോ അങ്ങനെ കിട്ടണ്ടേ, എല്ലാവരും നല്ലതായിട്ട് കളിച്ചെല്ലാവർക്കൊന്നും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതേ അനുമോളാണ് അതിനകത്ത് നെവിൻ എത്ര തരുമെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് എന്താ പറയുക കൊടുക്കണമല്ലോ ഈ പണ്ടാറക്കാലിൽ വിചാരിച്ച മൈൻഡ് സെറ്റിലാണ് അവിടെ നിന്നെന്നുള്ളത് ഞങ്ങളൊക്കെ കണ്ടതാണ്. മനസ്സിലായില്ലേ? പിന്നെ ഈ അക്ബറിന് ആ കാർ ടാസ്ക് കഴിഞ്ഞ് 3 കൂടി നിലത്ത് മറ്റേ വിരിയും വിരിച്ച് കിടന്നപ്പോൾ ആദിലും നോറിയും അനുമോളും കൂടി പട്ടാ ഗേൾസിൻ്റെ സാധനത്തിനകത്ത് ആദിലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അക്ബറിന് ക്യാഷിൻ്റെ ഷെയറിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ ഭയങ്കര പിശുക്കിയ, ഞാൻ കാശിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇതാന്ന് പറഞ്ഞ് ഇതേ അനുമോൾ അയ്യോടാ പാവടാ ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടണ്ടേ, 5 ആൾക്ക് കിട്ടണ്ടേ എന്നുള്ളത്. സ്വന്തം പൈസ ഒന്നും എടുത്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തു കൊടുക്കുക, അല്ലാതെ വല്ലവനും പോയി കൊടുത്തതിൻ്റെ മുകളിൽ പിന്നെ സഹതാപം പറഞ്ഞ് അതിൻ്റെ മുകളിൽ കയറിയിട്ട് എന്ത് ചെയ്യരുത്, കാശ് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നന്മമരം കളിക്കല്ല അനുമോള്. ഇമാതിരി ഫേക്ക് കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ അനുമോളോട് എനിക്ക് പൊളിയുന്നത്. എന്താണ് ഷിയാസ് ഒപ്പം നിന്ന് നല്ല കൊട്ടാണ് കൊട്ടിയത്. ഓക്കെ, ഇനി നേരത്തെ ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം PR വർക്കാണ്, എല്ലാവരും ഗിമിക്കാണ്. അതിനുള്ളൊരു എക്സാമ്പിൾ ഞാൻ അവിടെ പ്ലേ ചെയ്ത് തരാം. അതായത് അനീഷ് ഒരു 10 വട്ടം അവിടെ കാലിൽ വീണ്ടുണ്ടാവും. ഞാൻ 10 എന്നുള്ളതൊരു ഇമാജിനറി കണക്കാണ് പറഞ്ഞത്. എന്നാലും കുറച്ചധികം വട്ടം കാലിൽ വീണു, നന്ദി പറഞ്ഞു അനീഷ്. അവർക്ക് ആവശ്യമുള്ള ഫ്രെയിമും ആവശ്യമുള്ള ഫോട്ടോ വീഡിയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അനീഷിനെ ടിഷ്യൂ പേപ്പർ ആക്കുന്ന രീതിയിലുള്ള ഒരു ഐറ്റം ഉണ്ട്. അതായത് ലക്ഷ്മീനെ അവർ വിളിക്കുന്നുണ്ട്. ലക്ഷ്മിയിലേക്ക് ഞാൻ വരാം. ലക്ഷ്മീനെ ഈ പറഞ്ഞ ഡോക്ടർ റോയ് വിളിച്ചിട്ട് എന്തോ പറയാൻ നിൽക്കുന്ന സമയത്ത് ഇടയിൽ ഇങ്ങനെ പാവ അനീഷ് അവിടെ കിടന്ന് സാർ ഞാനൊരു കാര്യം സാർ ഞാൻ മൈൻഡ് പോലും അടിക്കുന്നില്ല. ഒരിക്കൽ കൂടെ കണ്ട ആ ലക്ഷ്മിയെയാണ് അവർ വിളിച്ചോളൂ. അപ്പോൾ ഈ അനീഷ് ബാക്കൊന്നും പാവം സാർ ഒരു വാക്ക് സാർ ഒരു വാക്ക് സാർ 10 ലക്ഷം കിട്ടിയിട്ടില്ല മാറിക്കളന്നുള്ള മൈൻഡിലാണ് ഡോക്ടർ റോയ്. എനിക്ക് നിനക്ക് കാശും തന്നു, നിൻ്റെ ആവശ്യമുള്ള നിൻ്റെ ഒപ്പമുള്ള ഫോട്ടോ വീഡിയോ ഞങ്ങൾ എടുത്ത്, ഇനി ഇന്നെ വേണ്ട വിട്ടോ വണ്ടി വിട്ടോ പോ സ്റ്റാൻഡ് വിട്ട് പോ, ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇവർക്കൊക്കെ ഇത് മതി. ആ 10 ലക്ഷം കൊണ്ട് കിട്ടേണ്ടതിൻ്റെ ഇരട്ടി പരിപാടി കിട്ടിയതോട് കൂടിയിട്ട് വിട്ടോ മോനെ വണ്ടി എന്നുള്ള രീതിക്ക് ഈ ചങ്ങായിനെ തട്ടി വിട്ട്. യാക്ക് ഇതൊക്കെ മനസ്സിലായാൽ മതി കേട്ടോ. ഇനി അടുത്ത ലക്ഷ്മി, ഞാൻ പറഞ്ഞില്ല പറയാൻ ബാക്കി വെച്ച ഐറ്റമാണ്, അത് ഈ വീഡിയോ പറയാം. ലക്ഷ്മി, ഞാൻ ലക്ഷ്മീനെ കുറിച്ച് ബിഗ് ബോസ് വീടിനകത്തുള്ളപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല സ്റ്റാൻഡും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്റ്റാൻഡാണ് ലക്ഷ്മിയുടെ. ഓക്കെ, ആ വീടിനകത്ത് നിന്ന് പറയുന്നതൊക്കെ മാറ്റി പറഞ്ഞു. പിന്നെ അകത്തുനിന്ന് പുറത്ത് കയറിയപ്പോൾ അനുമോക്കാണ് കൂടുതൽ സപ്പോർട്ട് എന്ന് കണ്ടപ്പോൾ അനുമോളെ പോയി താങ്ങി അവിടെ ചെന്ന് താങ്ങോ അനുമോളങ്ങോട്ട് എന്താ പറയുക, അനുമോള് ലക്ഷ്മി ഇല്ലാതെ നടക്കില്ല, ഇരിക്കില്ല, കിട്ടക്കില്ല. അവിടെ ലക്ഷ്മിക്കാണെങ്കിൽ അനുമോളങ്ങോട്ട് വെള്ളം പൂശി പൊക്കി എല്ലാവരും അറ്റാക്ക് ചെയ്യുമ്പോൾ ലക്ഷ്മി ഞാൻ പോയി താങ്ങി എന്നുള്ള സാധനം, അതായത് പുറത്തുനിന്ന് മനസ്സിലായിട്ടുണ്ട് എന്ത് സംഗതി സെറ്റ് അനുമോക്കാണ് ഐറ്റം. അത് ഉറപ്പായപ്പോൾ അനുമോളെ പോയി താങ്ങി. ഇപ്പം എന്തായി, പുറത്തിറങ്ങിയ സമയത്ത് പ്രൗഡല്ല പെയ്ഡ് PR ആണ് അനുമോൾ എന്നുള്ളത് എക്സ്പോസ് ആയപ്പോൾ 36 അനുമോൾ അവിടെ ഇട്ട് നേരെ എന്ത് ചെയ്തു അടുത്ത കണ്ടത്തേക്ക് ചാടി. അടുത്ത കണ്ടം പിന്നെ ഈസിയാണ് ഈ പറഞ്ഞ ലക്ഷ്മിക്ക് ചാടാൻ. കണ്ടം വാസ് സെറ്റ്. മനസ്സിലായോ? ഡോക്ടർ റോയുമായിട്ട് അത്യാവശ്യം 1 വർഷത്തെ ബന്ധം ഈ പറഞ്ഞ ലക്ഷ്മിക്കുണ്ട്. ഓക്കെ, ഡോക്ടർ റോയുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആ ചങ്ങാതിനെയായിട്ടും ലക്ഷ്മിക്ക് അത്യാവശ്യം നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഇവരൊക്കെ അത്യാവശ്യം അറിയുന്ന ആളുകളാണ് കുറച്ച് കാലമായിട്ട്. അപ്പോൾ ലക്ഷ്മിക്ക് ഈസിയായി. ഇതിപ്പോൾ എന്താ പറയുക, വാഴ നനയുമ്പോൾ അടിയിൽ ചീനി നനയാന്ന് പറഞ്ഞ പോലെ ലക്ഷ്മി ഈ 10 ലക്ഷം അനീഷിന് കൊടുക്കും ചെയ്യുക, കൂട്ടത്തിൽ ലക്ഷ്മീനെ കൊടുത്തിട്ട് ഒരു വിസിബിലിറ്റി ലക്ഷ്മിക്ക് വിട്ടു കൊടുക്കാം. ആ ഒരു ഐറ്റമാണ് അവിടെ നടന്നത്. ലക്ഷ്മി ആയതുകൊണ്ട് കുറച്ച് കാലം അനുമോളൊപ്പം നടന്ന്, അപ്പോൾ അവിടെ നിന്ന് റീച്ച്. ഇനിയിപ്പോൾ അറിയേണ്ട അനീഷിൻ്റെ കൂടെ റീച്ച്. എന്നാൽ പിന്നെ ഇവിടെ നടക്കാം.
ലക്ഷ്മിക്ക് എൻഡ് ഓഫ് ദ ഡേ അത് കിട്ടിയാൽ മതി. അത് ലക്ഷ്മിയുടെ ഗെയിം ആയിരുന്നു. ഞാൻ ഇല്ല വേണ്ടതൊന്നും പറയുന്നില്ല. കാരണം വാട്സാപ്പ് ഗ്രൂപ്പിൽ നിൽക്കില്ല, ഞാനങ്ങനെ ഫങ്ഷൻസിന് പോവില്ല, ഞാൻ എവിടെയും ഇടിച്ച് കയറി ചെല്ലില്ല, എനിക്കങ്ങനെ എവിടെയും പോകാൻ താല്പര്യമില്ല, ഞാൻ വളരെ പ്രൈവറ്റായിട്ട് നിൽക്കുന്ന പേഴ്സണാന്നൊക്കെ പറഞ്ഞ ആളാണ്. ലാസ്റ്റ് അനീഷിന് 10 ലക്ഷം കിട്ടുന്നിടത്ത് അവിടെ പോയി നിന്നിട്ടുണ്ട്. വേറൊരു വീഡിയോയിലേ കപ്പ് കിട്ടി, പെയ്ഡ് കപ്പ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അനുമോള് പറയണം. അകത്ത് ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ് അനുമോളുടെ കൂടെ എനിക്ക് നിൽക്കേണ്ടി വന്നത്. ഇപ്പൊ അനുമോൾക്ക് സംസാരിക്കാം, ചുറ്റും ആളുണ്ട്. ആ ഒരു ഇനി ഇപ്പൊ എന്റെ സപ്പോർട്ടിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഷീ ക്യാൻ ടോക്ക് ഫോർ ഹെർസെൽഫ് അല്ലേ. കംപ്ലീറ്റ്ലി നെഗറ്റീവ് അതാണ്. അതായത് അന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഇന്നിപ്പോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ചേച്ചി ഇവിടെ ഓടിയെത്തി. നമ്മൾ പണ്ട് പറമ്പിലൊക്കെ ഒരു കോല് കണ്ടിട്ടില്ലേ, ഈ വാഴേൻ്റെ മുളക് കുത്തിവെച്ചൊരു കോല് താങ്ങായിട്ട്. ചില മരങ്ങളൊക്കെ ചെരിയുമ്പോൾ ഒരു കോല് കുത്തിവെക്കുന്നൊരു പരിപാടിയുണ്ട്, മനസ്സിലായോ? അത് വീഴാതിരിക്കാൻ. ആ കോലാണ് തോന്നുന്നു ഈ പറഞ്ഞ നമ്മുടെ ലക്ഷ്മി. അനുമോക്ക് അങ്ങനത്തെ ഒരു കോലായിരുന്നു വീട്ടിനകത്ത്. ഇപ്പം അനീഷിന് അങ്ങനത്തെ ഒരു കോലാണ്, മനസ്സിലായോ? നല്ല വിളവ് തരുന്ന, നല്ല കുലച്ച് നിൽക്കുന്ന വാഴക്കൊലയൊക്കെ ഉള്ള ഒരു വാഴ ചെരിയുമല്ലോ അങ്ങനെ വീഴാൻ നേരത്ത്. അപ്പോൾ ഒരു താങ്ങ് കൊണ്ടേക്കോളൂ. താങ്ങ് ലക്ഷ്മി എന്ന് പറയണം ഇവിടെ. അത് നല്ലത് അല്ലേ? ഇതെങ്ങനെ ഇരിക്കുന്നു? അന്ന് ലക്ഷ്മിക്ക് ആരും ഉണ്ടായിരുന്നില്ല. 100 ദിവസവും ലക്ഷ്മിയല്ല അനുമോക്ക് ആരും ഉണ്ടായിരുന്നില്ല. അനുമോൾ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്, എനിക്ക് 100 ദിവസം ആരെയും ആവശ്യമില്ല, എനിക്ക് ഞാൻ ഉണ്ടറ, എൻ്റെ PR ഉണ്ടറിയുന്നു. അങ്ങനെയാണ് അനുമോൾ അതിനകത്ത് നിന്നത്. റീ എൻട്രിക്ക് കയറി ലക്ഷ്മിക്കായിരുന്നു അനുമോളുടെ വിസിബിലിറ്റി ആവശ്യമുള്ളത്. ഇപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം അനീഷിൻ്റെ വിസിബിലിറ്റിയും ആവശ്യം ലക്ഷ്മിക്കാണ്. ഞാൻ ഡോക്ടർ റോയുടെ PR-ഉം ലക്ഷ്മിയുടെ PR-ഒക്കെ ഒന്നായതുകൊണ്ട് സംഗതി ഈസിയാണല്ലോ. എന്നാലും ലക്ഷ്മിക്കും എന്തെങ്കിലുമൊക്കെ സർപ്രൈസുകൾ ഡോക്ടർ റോയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഐ തിങ്ക് സോ. അല്ല സിനിമയുടെ ചാൻസോ കിട്ടട്ടെ, നല്ല കാര്യം. കാരണം പ്രൊഫഷണലി ഒക്കെ മുന്നോട്ട് എല്ലാവരും പോകട്ടെ, ആർക്കും ഒരു സ്ട്രഗിളും വരാതിരിക്കട്ടെ, എല്ലാവരും ഫിനാൻഷ്യലി സൗണ്ട് ആവട്ടെ, പ്രൊഫഷണലി സൗണ്ട് ആവട്ടെ. കാരണം ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ആരും ഇങ്ങനെ ഇരുന്ന് പോകാൻ പാടില്ല. എല്ലാവരും ലൈഫൊക്കെ സെറ്റിലാക്കി അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ എന്നേ പറയാനുള്ളൂ. കാണുന്ന ജനങ്ങളോടാണ് പറയാനുള്ളത്. ഞാൻ അടക്കമുള്ള ആളുകൾക്ക് നമുക്കൊക്കെ ഒന്നൊരു ബെനിഫിറ്റ് ഉണ്ടേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പച്ചയ്ക്ക് എനിക്ക് കിട്ടിയ പൈസ അടക്കം തുറന്നു പറഞ്ഞ ഒരാളാണ്, മനസ്സിലായോ? അപ്പോൾ നമുക്കൊക്കെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ എൻ്റെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളെയൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഒരു സാറ്റിസ്ഫൈഡ് ഫീലിങ്ങിന് വേണ്ടിയിട്ടാവും നിങ്ങൾ വീഡിയോ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നത് കൊണ്ടായിരിക്കും നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നത്. ഓക്കെ, ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇതിന്ന് കിട്ടുന്നത് ഒരു സമാധാനം, സന്തോഷം, ഒരു സാറ്റിസ്ഫൈഡ് സാധനമാണ്. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുന്നവർക്കും ആ മൈൻഡാണ്. ബാക്കി ഇപ്പോൾ ഡോക്ടർ റോയ്ക്ക് എന്താ കിട്ടിയേ? വിസിബിലിറ്റി. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഏറ്റവും വലിയ പൈസക്കാരും അല്ലെങ്കിൽ ഏറ്റവും വലിയ ബിസിനസ്സുകാരും ഏറ്റവും വലിയ സെലിബ്രിറ്റി ആയിട്ടുള്ള, ഈവൻ ഞാൻ പറഞ്ഞു മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ ഐക്കളാണ് ലാലേട്ടൻ, മമ്മൂക്ക. അവരടക്കം PR ഡ്രിവൺ ആണ്. എവ്രിതിങ്, മനസ്സിലായി? ഇപ്പം നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഭയങ്കര പാടാണ് എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ട് തന്നെ എല്ലാത്തിനോടും സോഷ്യൽ മീഡിയയിൽ അപ്രോച്ച് ചെയ്യണം, മനസ്സിലായില്ലേ? നാളെ ഈ അനീഷിന് 10 ലക്ഷം ഡോക്ടർ റോയ് കൊടുത്തത് കണ്ടിട്ട് ഓടിപ്പണി. ഞാൻ കമൻറ്റ് ബോക്സിൽ കുറേ പേരുണ്ട്, എവിടെന്നെങ്കിലും ഡോക്ടർ റോയുടെ നമ്പർ കിട്ടുമോ അല്ലെങ്കിൽ നാളെ കോൺഫിഡൻറ്റിൻ്റെ മറ്റേ ഓഫീസിന് മുന്നിൽ പോയിരുന്നിട്ട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ രജിത് കുമാറിനെ പോലെ ഒരു 10 ലക്ഷം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു പോലും അയാൾ നോക്കില്ല, മനസ്സിലായി? അനീഷിന് 10 ലക്ഷം കൊടുക്കുമ്പോൾ വിസിബിലിറ്റി കിട്ടും, രജിത് കുമാറിന് കൊടുത്താൽ കോപ്പ് കിട്ടും. ഇനിയിപ്പോൾ ഞാനീ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ എങ്ങാനും പോയി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് അതെങ്കിലും നടന്നു എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടാവും. നടക്കട്ടെ, കൂട്ടുകായ്ക്കൊരു 10 ലക്ഷം എന്തായാലും ചോദിച്ചായിരിക്കും. ഇത് മറ്റേ അഴകിയ രാവണൻ സിനിമ പോലെ ആയിപ്പോയി. ഒരു 100 രൂപ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. KP അംബുജ് ട്രെയിലേഴ്സ്. എനിക്ക് അതാണ് ഓർമ്മ വന്നത് രജിത് കുമാറിൻ്റെയൊക്കെ വീഡിയോ കണ്ടപ്പോൾ. എന്താണെങ്കിലും കൊള്ളാം. അങ്ങനെ 10 ലക്ഷം രൂപ അനീഷിന് കിട്ടിയിരിക്കുകയാണ്. ഒരു സീസണിലും ഒരു ഫസ്റ്റ് റണ്ണറപ്പിനും അങ്ങനൊരു പൈസ കിട്ടിയിട്ടില്ല. ഇനി ഏതെങ്കിലുമൊക്കെ പൈസക്കാർക്ക് അത്യാവശ്യം വിസിബിലിറ്റി വേണം, കുറച്ചൊരു എന്താ പറയുക, ഒരു സാധനം കിട്ടണമല്ലോ, ഇവിടെ ഒരു ഹൈപ്പ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അക്ബറുണ്ട്, നൂറയുണ്ട്, ഷാനവാസ് ഉണ്ട്, നെവിനുണ്ട്. ഈ 4 പേർക്കും നിങ്ങൾ 10 ലക്ഷം ഒന്നും കൊടുക്കണ്ട. ഒരു 1.5-2 ലക്ഷം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അത്യാവശ്യം റീച്ച് കിട്ടും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ പൈസക്കാർ കയ്യിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ, കുതന്ത്രങ്ങൾ കൊടുക്കാൻ PR ഉണ്ടെങ്കിൽ പ്ലീസ് ഈ ബാക്കിയുള്ള ഒരു 3-4 പേർക്കും കൂടിയും കൊടുത്തിട്ട്
ആ സർക്കിളാണ് ഫുള്ളാക്ക്. ഇപ്രാവശ്യം സീസൺ കഴിഞ്ഞിറങ്ങി എല്ലാവർക്കും അങ്ങനെ ഒരു 5ഉം 10ഉം വെച്ച് എല്ലാവരും കൊടുക്കുന്നു എന്നുള്ളൊരു സാധനം പുതിയ തുടങ്ങി വെക്കി. എന്നാലും അടുത്ത സീസണിൽ പോകുന്നവർക്കും ഇതേ സാധനം കിട്ടും. ആരെങ്കിലും തുടങ്ങി വെച്ചിട്ടാണല്ലോ ഇത് ട്രെൻഡ് അടുത്തതിലേക്ക് പോവുക. നമുക്കൊന്നും ട്രെൻഡും സാധനം ഉണ്ടായിരുന്നില്ല. എനിക്ക് തരാൻ ആരും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 5 ഉറുപ്പ്യേൻ്റെ പെട്ടിയും കൊണ്ടുപോകുന്നത്. മനസ്സിലായോ?